സിദ്ധാർത്ഥൻ അനുഭവിച്ചത് അതിക്രൂര പീഡനമെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. സിദ്ധാർത്ഥനെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും അതിക്രൂരമായി മർദ്ദിച്ചു. പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തി അപമാനിച്ചതിനെ തുടർന്നും മരണമില്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിലേക്ക് പ്രതികൾ സിദ്ധാർത്ഥിനെ എത്തിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. സിദ്ധാർത്ഥന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 15-ാം തീയതി വീട്ടിലേക്ക് തിരിച്ച സിദ്ധാർത്ഥനെ തിരികെ കോളേജിലെത്തിച്ച് തടങ്കലിൽ പാർപ്പിച്ചു. തുടർന്ന് രാത്രിയോടെ സിദ്ധാർത്ഥനെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും അതിക്രൂരമായി മർദ്ദിച്ചു. പതിനാറാം തീയതി രാത്രി 9 മണിക്ക് ആരംഭിച്ച മർദ്ദനം 17-ന് പുലർച്ചെ 2 മണി വരെ നീണ്ടുനിന്നു. പൊതുമധ്യത്തിൽ പരസ്യ വിചാരണ നടത്തിയതും അപമാനിച്ചതും മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥനെ കൊണ്ടെത്തിച്ചതായി പോലീസ് കണ്ടെത്തി. 18-ാം തീയതി ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ കോളേജിലെ ശുചിമുറിയിൽ മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത്. ജനം, വയനാട്.